അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലൽ ഫായിസിന ബിറളില്ലാഹ് അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ പരാമർശിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിരലുകളിൽ നിന്ന് ജലം പുറപൊട്ടിയൊലിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കരുതിയിരുന്ന വെള്ളം തീർന്നു പോവുകയും അതിനാൽ ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളുമെല്ലാം ദാഹം സഹിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടിയപ്പോൾ ചില സ്വഹാബാക്കൾ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഒരു പാത്രത്തിലും തീരെ വെള്ളമില്ലേ? അവർ പറഞ്ഞു, ഒരു പാത്രത്തിൽ മാത്രം ഒരിത്തിരി വെള്ളം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയുണ്ടായി, ആ പാത്രവും വേറെ വലിയൊരു പാത്രവും കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് സ്വഹാബാക്കൾ കുറച്ച് വെള്ളമുള്ള ആ ചെറിയ പാത്രവും അതിനേക്കാൾ വലിയ വേറൊരു പാത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിച്ചു. കുറച്ചു വെള്ളമുണ്ടായിരുന്ന ആ ചെറിയ പാത്രത്തിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ വെക്കുകയും ആ തിരുകരങ്ങളാൽ വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയും ചെയ്തു. ആ ഒഴിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിരലുകളിൽ നിന്ന് വെള്ളം പുറപൊട്ടി ഒലിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പിന്നെയുമല്ല, അതിൽ നിന്ന് വേണ്ടത്രയും ഞങ്ങൾ ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു എന്നും അവിടുന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും.